നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ജനത്തെ ചിതറിക്കുവാനുള്ള അടയാളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഓരോ അടയാളത്തിനും ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. വെറുതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. ചില സൂചനകളൊക്കെ ആ ഭാഗത്ത് തന്നിട്ടുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന്. തീർച്ചയായിട്ടും നമ്മളത് അറിയണം. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയതിനെക്കുറിച്ച് നമുക്കറിയാം. അത് ഗുണനിലവാരത്തിൻ്റെ മേൽ തൻ്റെ അധികാരം തെളിയിക്കുകയാണ്. നിറമോ മണമോ ഗുണമോ രുചിയോ വിലയില്ലാത്ത വെള്ളത്തെ വളരെ വിലയുള്ളതാക്കി രുചിയുള്ളതാക്കി മാറ്റുകയാണ്. അതൊന്നാമത്തെ അടയാളമാകാൻ യേശു ആഗ്രഹിച്ചത് താൻ അതാണ് മനുഷ്യവർഗത്തിനു മേൽ ചെയ്യാനിരിക്കുന്നത്. അവരെ താൻ നല്ലവരാക്കാൻ പോവുകയാണ്. തന്നെ വിശ്വസിക്കുന്ന ആളുകളെ തൻ്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റാൻ പോവുകയാണ്. അതാണ് ഒന്നാമത്തെ അത്ഭുതം. അതൊരു കുടുംബത്തിൻ്റെ ആവശ്യമാണ്, ഒരു കല്യാണ ആവശ്യമാണ്, ഒരു സാമൂഹ്യ ആവശ്യമാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ദുഃഖം മാറാനത് ആവശ്യമാണ്. അങ്ങനെ ധാരാളം അർത്ഥതലങ്ങൾ അതിന് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുണനിലവാരത്തിൻ്റെ മേൽ, ക്വാളിറ്റിയുടെ മേൽ തനിക്കുള്ള അധികാരമായി. ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതിനെ കുറിച്ച് ക്വാണ്ടിറ്റിയുടെ മേൽ തനിക്കുള്ള അധികാരം എന്നൊരു അർത്ഥം നമുക്കെടുക്കാൻ. കാരണം ഒരു കുട്ടിക്ക് മാത്രം കഴിക്കാൻ ഉണ്ടായിരുന്ന 5 അപ്പത്തെയും 2 മീനിനെയും യേശു ദൈവസന്നിധി ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് വർദ്ധിച്ചു. 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമൊക്കെ തിന്ന ശേഷം 12 കൊട്ട നിറച്ചെടുക്കത്തക്കവണ്ണം അത്രമാത്രം അത് വർദ്ധിക്കുവാനിടയായി. അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ മേൽ അധികാരം തനിക്കുണ്ടായിരുന്നതുപോലെ അളവിൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ടാകുകയാണ്. സകലത്തെയും വലുതാക്കുവാൻ തനിക്ക് കഴിയും എന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയ ദൈവം താൻ തന്നെയാണ് എന്ന് യേശു തെളിയിക്കുകയായിരുന്നു. അതുപോലെ താൻ സൃഷ്ടിച്ച ആ ഭൂമിയിൽ നിന്ന് വെള്ളത്തെയും വേർതിരിച്ചു, വെള്ളത്തെയും കരയെയും വേർതിരിച്ചു. ആ വെള്ളത്തിൽ ജലജന്തുക്കൾ ഉണ്ടാകട്ടെ, കരയിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വന്നപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കാനും വെള്ളത്തിൻ്റെ മീതെ നടക്കാനും അതുപോലെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കാനും തനിക്ക് സാധിച്ചത്. എന്നാൽ ഈ അടയാളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു സത്യമുണ്ട്. അത് ആളുകളെ ഓടിക്കാനായിരുന്നു. ആളുകളെ, അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. യേശു അങ്ങനെ ചെയ്തിട്ടുണ്ട്. 10 കുഷ്ഠരോഗികൾ തൻ്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ താൻ പോകുന്ന വഴിക്ക് കണ്ടുമുട്ടിയപ്പോൾ യേശു, നായക, കരുണയുണ്ടാകണമേ എന്നവർ നിലവിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങൾക്ക് സൗഖ്യം തന്നാൽ അവിടുന്ന് ഞങ്ങളുടെ നായകനായിരിക്കും, ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. യേശു അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാം. അപ്പോൾ ഇതിനോടകം യേശു വെള്ളത്തെ വീഞ്ഞാക്കിയതിനെക്കുറിച്ചും രാജഭൃത്യൻ്റെ മകന് സൗഖ്യം നൽകിയതിനെക്കുറിച്ചും ഒക്കെ അവർ കേട്ടിട്ടുണ്ട്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒന്നും മറുപടി നമ്മൾ പറയാതെ അതിനെ അനുസരിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന് ഇതിനോടകം അവർ മനസ്സിലാക്കി ഇരുന്നത് കൊണ്ട് അവർ ഒരക്ഷരവും പറയാതെ പോവുകയാണ്.
പോയ വഴിക്ക് 10 പേർക്കും സൗഖ്യം വന്നു. 9 പേർ യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി പുരോഹിതനെ കാണിച്ച് പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടെ വീട്ടിലേക്ക് മടങ്ങാൻ പോയപ്പോൾ ഒരുവൻ മാത്രം മടങ്ങി വന്നു. അവൻ യേശുവിനോടൊരു വാക്ക് നന്ദി പറഞ്ഞിട്ട് യേശു പറയുന്ന പോലെ ഇനി ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. നീ എന്തിനാണ് എൻ്റെ അടുക്ക വന്നത്? നിന്നോട് പുരോഹിതനടുക്ക പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ വഴക്ക് യേശു പറഞ്ഞാൽ അത് കേൾക്കാൻ സാരമില്ല, എന്നാൽ യേശുവിനോടൊരു വാക്ക് നന്ദി പറയാം എന്ന് പറഞ്ഞ് അവൻ അലറി വിളിച്ചുകൊണ്ട് യേശുവേ എനിക്ക് സൗഖ്യം കിട്ടിയേ എന്ന് പറഞ്ഞ് ആ കാലിൽ വന്ന് വീണ്ടും നന്ദി പറയുകയാണ്. യേശു അപ്പോൾ അവനെ വഴക്ക് പറയുകയല്ല ചെയ്തത്. യേശു അവനോട് ചോദിച്ചു, 10 പേർ ശുദ്ധരായില്ലയോ? 9 പേർ എവിടെ? ഇവനല്ലാതെ എൻ്റെ അടുക്കൽ നന്ദി പറയാൻ, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയാൻ ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിച്ചിട്ട് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ 9 ആളുകൾ അവർക്ക് രോഗസൗഖ്യമേ താല്പര്യമുള്ളൂ. യേശുവിൻ്റെ ശിഷ്യരാകാനൊന്നും താല്പര്യമില്ല. അവർക്ക് അവരുടെ മതത്തോടാണ് താല്പര്യം, അവർക്ക് അവരുടെ കുടുംബത്തോടാണ് താല്പര്യം, അവരുടെ ജോലിയോട്, അവരുടെ വരുമാന മാർഗങ്ങളോട്, അവരുടെ സാമൂഹിക ജീവിതത്തോടൊക്കെയാണ് അവർക്ക് താല്പര്യം. അത് യേശുവിനറിയാം. അങ്ങനെയുള്ള ആളുകളെ അവരുടെ വാക്കിൽ പിടിച്ച് എൻ്റെ ശിഷ്യരായിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുവാൻ കർത്താവ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് സർവജ്ഞാനിയായ കർത്താവ് നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞതും അവർ പോയതും. അതായത് യേശുവിൻ്റെ പരമാർത്ഥ ശിഷ്യരാകാൻ താല്പര്യമില്ലാതിരുന്ന ആ ആളുകൾ അവരുടെ വഴിക്ക് പോകട്ടെ. നേരെ മറിച്ച് യേശുവിനോട് നന്ദി പറയുവാൻ, യേശു ദൈവമാണ് വലിയത്, അല്ലാതെ ദേവാലയത്തിൽ പുരോഹിതനല്ല എന്ന തിരിച്ചറിവുണ്ടായ അവനെ യേശു അഭിനന്ദിക്കുകയാണ്. അപ്പോൾ വാസ്തവമായി തന്നെ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം തന്നെ അനുഗമിക്കണം, അല്ലാത്ത ആളുകൾ പോകണം എന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. 5000 ആളുകളും 4000 ആളുകളും ഒക്കെ പലപ്പോഴും കൂടാനിടയാകുന്നത് അതിൽ പലരും യേശുവിനെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഒക്കെയാണ്. വേറെ ചില ആളുകൾ യേശു നൽകുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. വേറെ ചില ആളുകൾ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കാൻ വന്നതാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ തിരിച്ചു പോകണം. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാനല്ല യേശു വന്നത്. അത് ചില ആളുകൾ പീലാത്തോസിനെതിരെ ഒരു സായുധ സമരം തന്നെ നടത്താൻ താല്പര്യമുള്ള ആളുകളാണ്. അവർ യേശുവിനെ കുറിച്ച് അങ്ങനെ ആണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒഴിവാകണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് ഈ 5 പൗണ്ട് 5000 പോഷിപ്പിക്കുകയും അതിനുശേഷം ചെയ്ത പ്രസംഗത്തിൽ നിങ്ങൾ എന്നെ തിന്നണം, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണമെന്നൊക്കെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം താമസിയാതെ ഞാൻ മരിക്കും, ഞാൻ രക്തം ചിന്തി മരിക്കും, എൻ്റെ ശരീരം തല്ലിക്കീറപ്പെടുവാൻ ഇടയാകും, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യാഗമായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള നരകശിക്ഷ താൻ അനുഭവിക്കുന്നതായിരുന്നു എന്ന് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് യേശു ഇതൊക്കെ സഹിക്കാൻ ഇടയായതെന്നവർ വിശ്വസിക്കണമായിരുന്നു. അവരത് ഉൾക്കൊള്ളണമായിരുന്നു, ഹൃദയത്തിൽ അംഗീകരിക്കണമായിരുന്നു. മന്ന ദൈവം ഇസ്രായേലിന് കൊടുത്തു. അത് കൊടുത്തത് കൊണ്ട് അവരുടെ വയറ് നിറയുന്നില്ലല്ലോ. അവർ രാവിലെ പോയിട്ട് അത് പറക്കിയെടുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് പാകപ്പെടുത്തി അത് കഴിക്കണം. മരുഭൂമിയിൽ വീണ മന്ന അങ്ങനെ അവരുടെ വയറ്റിലാകണം. അതുപോലെ സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ച സാക്ഷാൽ മന്നയായ, സാക്ഷാൽ അപ്പമായ, ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണത്തെ ഉൾക്കൊള്ളുവാൻ അത് പിതാവ് ചെയ്ത കാര്യമാണ് എന്ന് സമ്മതിച്ച്, തീർച്ചയായിട്ടും എൻ്റെ നരകശിക്ഷയാണ് യേശു അനുഭവിക്കുന്നത്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഇതുപോലെ രക്തം ചിന്തിയതും ഇതുപോലെ ശരീരത്തിൽ അടിയേറ്റതും എന്ന് സമ്മതിക്കാൻ തയ്യാറാകണം. അതാണ് യേശു പറഞ്ഞതിൻ്റെ താല്പര്യം. അത് 12 അപ്പോസ്തലന്മാർക്ക് ഏറെക്കുറെ മനസ്സിലായി. അവർ പറഞ്ഞു ഇതൊക്കെ നിത്യജീവന്റെ മൊഴികളാണ്. അന്ന് യേശു പറഞ്ഞിരുന്നു, ഞാൻ വന്നതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകാനിടയാകും, നിങ്ങളത് കാണും. അപ്പോൾ യേശുവിൻ്റെ ശരീരം തിന്നുന്ന കാര്യം അക്ഷരാർത്ഥത്തിലുള്ള കാര്യമല്ല എന്ന് ഈ 12 അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. കാരണം അങ്ങനെ മനുഷ്യർ തിന്നുവാൻ
തിന്നാനും കുടിക്കാനും ഇടയായാൽ യേശുവിന് അതുപോലെ തന്നെ പോകാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ യേശു വന്നതുപോലെ വന്ന സ്ഥലത്തേക്ക് പോകും എന്നും യേശു പറയുവാൻ ഇടയായി. അത് 12 അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. അത് മനസ്സിലാകാത്ത ആളുകൾ തിരിച്ചു പോവുകയാണ്, പിരിഞ്ഞു പോവുകയാണ്, എന്നേക്കുമായി പോവുകയാണ്. അവർ പോകണം. ശരിയല്ലാത്ത ലക്ഷ്യത്തോടുകൂടെ തന്നെ സമീപിക്കുന്ന ആളുകൾ വന്നതുപോലെ പോകണം എന്ന് തനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ജനുവിനായിട്ടുള്ള ആളുകളാണ് തൻ്റെ അടുക്ക വരേണ്ടതും വചനം കേൾക്കേണ്ടതും എന്ന് തനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് അപ്പോസ്തലന്മാർ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ആളുകളെ മാത്രം സ്നാനപ്പെടുത്തുവാൻ തയ്യാറായത്. ഇന്നും അങ്ങനെ വേണം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ ആളുകളെ വേണം സ്നാനപ്പെടുത്തുവാൻ. അതല്ല ക്രിസ്തീയ മാതാപിതാക്കളുടെ കുടുംബത്തിൽ ജനിച്ചവരൊക്കെ ഇവിടെ വരട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടായതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ തലമുറകൾ ദൈവത്തെ ഉപേക്ഷിച്ച് നിരീശ്വരവാദികളായി പള്ളിയിൽ വരാതെ ബൈബിള് വായിക്കാതെ ജീവിക്കാനിടയാകുന്നത് എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.